എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലെ പെയ്യുന്ന മഴ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ തലേന്ന് കടല വെള്ളത്തിലേക്ക് കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം തന്നെ വേവിച്ചെടുക്കണം. പിന്നെ കടലക്കറിയും വെള്ളയപ്പമൊക്കെ എന്നാണ് വിചാരിച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു ദിവസം വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് പൊങ്ങിയില്ലെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ഓവൻ്റെ അകത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ അത് എലിയുടെ ഇതുവരെ എലി വീണിട്ടില്ല കേട്ടോ. പിന്നെ ഒരു പണി സംഭവിച്ചതെന്ന് വെച്ചാൽ അത് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ അടഞ്ഞു പോകുമല്ലോ. അപ്പോൾ ചില സമയത്ത് അതിൻ്റെ ആ ഒരു പീസിൻ്റെ വെയിറ്റ് കൂടുതൽ എന്തോ കൊണ്ട് അത് നിൽക്കില്ല, അടഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ റിച്ചാർഡ് പതിയെ ഒന്ന് കൊളുത്ത് ഒന്ന് ചെറുതായിട്ട് തേച്ച്. ഇപ്പം അതുകൊണ്ട് എന്താണ്, അതിൽ തട്ടിയാൽ പോലും അത് അടയണില്ല. അപ്പോൾ അങ്ങനെയും ഒരു കുഴപ്പത്തിന് വന്നിട്ടുണ്ട്. ഏതായാലും അതിപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വെച്ചേക്കണേണ്. അപ്പോൾ ഞാൻ കടല 1/2 കിലോ കുതിർത്തതാണ് കേട്ടോ. അത് മൊത്തത്തിൽ വേണ്ട എങ്കിൽ തന്നെ ഞാൻ അതിനകത്തേക്ക് പച്ചമുളകും സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ച്. സാധാരണ 1/2 കിലോ മൊത്തത്തിൽ വേവിക്കുമ്പോൾ ഞാനിതൊന്നും ഇടാറില്ല. എങ്കിലും ഇന്നിപ്പോൾ അങ്ങനെ തന്നെ വേവിച്ച് പകുതി എടുത്ത് ഫ്രിഡ്ജിലേക്ക് സാവധാനം വെക്കാം, ചൂടാറിയിട്ടെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഞാൻ വെള്ളപ്പം ഉണ്ടാക്കുന്നത് സാധാരണ അരിപ്പൊടി ഇല്ലേ, പത്തിരിയുടെയൊക്കെ പൊടിയില്ലേ, അത് പൊൻകതിറിൻ്റെ പൊടി കൊണ്ടാണ്. അപ്പം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെന്ത ചോറും ഒരിത്തിരി പഞ്ചസാര, ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും ഇത്തിരി ഉപ്പും വെളിച്ചെണ്ണയും. അപ്പോൾ നമുക്ക് തേങ്ങ ഇടേണ്ട ആവശ്യമില്ല. തേങ്ങ ഇട്ട പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പണ്ട് ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്നൊരു, ചിലവർക്കിത് ഉണ്ടാക്കിയിട്ട് ശരിയാകണില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ശരിയാകാറുണ്ട്. അതുകൊണ്ട് ഞാനത് ഇന്ന് വെക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് 1 കപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ചെറിയ ചൂടുവെള്ളം, അതാണ് പെട്ടെന്ന് തന്നെ പൊങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവം. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ആ ഈസ്റ്റ് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. അപ്പോൾ ഒരു 6:24 ആയപ്പോഴത്തേക്കുമാണ് ഒരു 3 കപ്പ് പൊടിക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. 3 തവണയായിട്ട് ഞാൻ അടിച്ചെടുത്തത്. പണ്ട് ഞാനിത് നിങ്ങൾ പറഞ്ഞു തന്ന ടിപ്സ് എല്ലാം തന്നെയും ഞാനെൻ്റെ ടിപ്സ് വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ അതൊക്കെ മറന്നു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ ഓർക്കണോ ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഏതായാലും ഓവൻ്റെ അത് കയറ്റി വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കടല വെന്ത് അത് ആവിയൊക്കെ പോകുന്ന നേരം കൊണ്ട് എനിക്ക് യൂട്യൂബ് വർക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ പകുതി പണി ചെയ്തിട്ട് വേണം പോയിട്ട് യൂട്യൂബ് വർക്ക് ചെയ്യാൻ. കാപ്പിയും കൂടി ഇട്ടിട്ട്, ഇപ്പോൾ കാപ്പിയെല്ലാം ഞാൻ പപ്പക്ക് അധികം ചൂട് വേണ്ടല്ലോ. അപ്പോൾ പപ്പക്കുള്ളതൊരു കപ്പിലോട്ട് ആദ്യം തന്നെ ഒഴിച്ചിട്ട് ബാക്കി ആ 1 ലിറ്ററിൻ്റെ ഫ്ലാസ്കില്ലേ അതിൻ്റെ അകത്ത് നിറയെ ഒഴിച്ച് വെക്കും. ഇനിയിപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലക്ക് ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി പെരിഞ്ജീരകത്തിൻ്റെ പൊടി വേണം. അതൊട്ടും തന്നെ ഇല്ല. അപ്പോൾ വേഗം തന്നെ പെരിഞ്ജീരകം പൊടിച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ അതും പൊടിച്ചങ്ങട് വെച്ച് ബാക്കിയുള്ളതിന് നമ്മുടെ ആ ജാറൊക്കെ കഴുകി ആ വെള്ളത്തിൽ ഈ പൊടിയൊന്ന് കുതിർത്ത് വെക്കുമ്പോൾ ആവശ്യത്തിലുള്ള പെരിഞ്ജീരകം നമ്മുടെ ആ ഒരു മിക്സിനകത്ത് ആയിക്കോളും. പിന്നെ ഒരു ഇത്തിരി പെരിഞ്ജീരക പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടി ആ ജാറൊന്ന് കഴുകിയ വെള്ളത്തിൽ ഒന്ന് കുതിർത്തവിടെ വെച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ യൂട്യൂബ് വർക്കിന് പോയത് കേട്ടോ. ഇനിയിപ്പോൾ യൂട്യൂബ് വർക്ക് കഴിഞ്ഞ് അതൊന്ന് ആ സമയം കൊണ്ട് നമുക്ക് പൊടിയും അപ്പത്തിൻ്റെ പൊടിയും പൊങ്ങി കിട്ടും. കടലട ആ ഒരു കുക്കറിൻ്റെ ആവിയൊക്കെ പോയി അതും തുറന്ന് നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാം യൂട്യൂബ് വർക്ക് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പൊടിയൊക്കെ പൊങ്ങി വരാൻ ലേറ്റാവും. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഓർത്തോർത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതാണ് ആദ്യം ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ വേണം. ഞാൻ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും റൂബിനെ പപ്പ പുതപ്പിച്ച് കിടത്തേക്കണേണ്. കാരണം നല്ല മഴയും തണുപ്പും ഒക്കെ ഉണ്ട്. റൂബി ആണെങ്കിൽ സുഖമായിട്ട് കിടക്കണേണ് കേട്ടോ. ശ്വാസം കഴിക്കാൻ വേണ്ടിയിട്ട് ആ മൂക്ക് മാത്രം പുറത്തേക്ക് ഇത്തിരി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം പുതപ്പിൽ പൊതിഞ്ഞ് വെച്ചേക്കണേണ് കേട്ടോ. അങ്ങനെ അത് കണ്ട് കുറച്ച് നേരം ആസ്വദിച്ച് എനിക്ക് അങ്ങനെ കിടക്കണതാണ് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് റൂബിക്ക് ചൂടെടുത്ത് കുറേ നേരമായി അങ്ങനെ കിടക്കണത്. അപ്പോൾ ചൂടെടുത്തപ്പോൾ അവൾ അതൊക്കെ തട്ടി മാറ്റി പിന്നെ പുതപ്പിൻ്റെ മീതെ കയറിയിട്ട് നല്ല ഉറക്കമാണ് കേട്ടോ. നാക്കെല്ലാം കടിച്ച് കണ്ണെല്ലാം മുഴിച്ച് എന്തോ സ്വപ്നം കണ്ടൊക്കെ കാണിക്കണേണ്. അപ്പോൾ അതും നോക്കി ഞാൻ കുറച്ച് നേരം നിന്ന്. എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാഴ്ചകളാണ്. അപ്പോൾ അതെല്ലാം നോക്കി കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് ഇതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് കുട്ടികൾക്കും ഈ സമയത്ത് വിട്ടുകൊടുക്കും കേട്ടോ. അവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ.
അങ്ങനെ യൂട്യൂബ് വർക്ക് ഒരുവിധം ഒതുക്കി ദേ വന്ന് നോക്കുമ്പോൾ അപ്പത്തിൻ്റെ പൊടി നല്ലതുപോലെ പൊങ്ങിയിരിക്കുന്നുണ്ട്. അപ്പത്തിൻ്റെ മാവ് ഞാൻ പൊടിയെന്നേ പറഞ്ഞു പോകുള്ളൂ. നല്ല പോലെ കറക്റ്റ് പരുവത്തിൽ പൊങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ കടലക്കറിയും അപ്പം കൂടി ഒന്നിച്ചങ്ങോട്ട് ആക്കണേണ്. കാരണം നമുക്ക് അപ്പോൾ ടൈം അത് വേസ്റ്റ് ആകുന്നില്ല. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് എടുക്കാൻ പറ്റും ഈ രണ്ടും ഒന്നിച്ചങ്ങോട്ട് ചെയ്യുമ്പോൾ. ഏതായാലും അപ്പത്തിന് വേണ്ടി നമ്മളവിടെ നിൽക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തുടക്കാനും പോകുന്നുണ്ട് കേട്ടോ. പെരക്കകവും തുടക്കുന്നുണ്ട് അപ്പം ചുടുന്നതിൻ്റെ ഇടയിൽ. ഈ അപ്പം ചുടൽ, ദോശ ചുടൽ, ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് തന്നെ ആയാലും നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടി വേറൊരു ജോലി കൂടി ചെയ്തേക്കണം. അപ്പോൾ ആ സമയം നമുക്ക് നഷ്ടപ്പെടാതെ രണ്ടും ബോറടിക്കില്ല. ഈ അപ്പം ആകണമെന്ന് നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് നമുക്ക് ഈ ഒരു ജോലി തീർക്കാം, ഓടി വന്നിട്ട് അപ്പം മാറ്റി വേറെ ഇടാം. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് ആദ്യം കടുക് പൊട്ടിച്ചിട്ട് ഇത്തിരി ചെറിയുള്ളിയും വേപ്പിലയും കൂടിയിട്ട് ഒന്ന് കളറ് മാറ്റി ഒന്ന് താളിച്ച് ഈ പൊടി നമ്മൾ കുതിർത്ത് വെച്ചതും കൂടി നല്ല ഒന്ന് മൊരിയിച്ചെടുത്ത് പച്ചമണമൊക്കെ മാറുമ്പോൾ കടലയിട്ട് അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം കടല അതിനകത്ത് കിടന്ന് വെന്ത് കുറുകി വരട്ടെ. ആ നേരത്തൊന്ന് എനിക്ക് പിന്നെ കുറച്ചുകൂടി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ബെഡ്റൂമിലേക്ക് പോയപ്പോഴത്തേക്ക് റൂബി എന്തോ കണ്ട് കുരക്കണേ. റിച്ചാർഡ് ചേട്ടൻ താഴെ വന്ന് പപ്പയുടെ അടുത്ത് സംസാരിക്കുന്ന ശബ്ദമാണ് കേൾക്കണം. പക്ഷെ അവൾക്ക് അതാരത് മനസ്സിലാകണില്ല. അതുകൊണ്ടാണ് അവൾ ഈ കുരച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടാ. പിന്നെ ആരാണിപ്പാ? ഷോ താഴത്തോട്ടൊന്ന് ഇറങ്ങാമായിരുന്നു. ഷോ ആരാണിപ്പേ? ആരാണമ്മ വന്നേക്കണത്? ആര് വന്ന്? ഷോ ഒന്ന് നോക്കായിരുന്നില്ലേ എന്ന്? അറ്റത്ത് നിന്നിട്ട് ഗേറ്റിലോട്ട് നോക്കണം. അത് ശരി. എവിടെ സാറ്റിനെ കടുവി? ആ ഓക്കെ. കൊച്ചിനെ എടുക്കടാ, ഒന്ന് കൊച്ചു എടുക്കടാ. കൊച്ചു സന്തോഷിച്ച് വന്ന് വെക്കണേന്ന് ചേട്ടൻ്റെ അടുത്ത്. ഇപ്പോഴാണ് കണ്ടത്, എവിടെ നിന്നാണെന്ന് മനസ്സിലായില്ലായിരുന്നു. മോർണിംഗ് ഒന്നും വേണമെന്നില്ല. അധികം ഇപ്പം ഇല്ല. ഇപ്പം ഇതിൽ കുറഞ്ഞിട്ടുണ്ട്. എക്സൈറ്റ്മെന്റ് കുറഞ്ഞു കുഞ്ഞിൻ്റെ. ചേച്ചി എവിടെ കുഞ്ഞാ? ചേച്ചി എവിടെ? എക്സൈറ്റ്മെന്റ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം. ചടങ്ങിൽ വിജയിച്ചിരിക്കുകയാണ്. വാ കഴിക്കട്ട. കാപ്പി, വെള്ളയപ്പം, കറി ഞാൻ അവിടെ എടുത്തുകൊണ്ടിരിക്കണേണ്. അങ്ങനെ ഏതായാലും ആ വെറുതെ അപ്പത്തിൻ്റെ പൊടി കൊണ്ട് ഉണ്ടാക്കിയ, അതായത് പത്തിരിപ്പൊടി അത് വെച്ചുണ്ടാക്കിയ വെള്ളയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ. പക്ഷെ അത് വെള്ളയപ്പം ഉണ്ടാക്കി ആ തീരുന്ന സമയപ്പോഴത്തേക്ക് ആ പൊങ്ങി വന്നത് കുറച്ച് താന്നു പോയിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. ഒരു 2-3 വെള്ളയപ്പം മാത്രമാണ് അങ്ങനെ പൊങ്ങിയ ആ ഒരു താന്ന ഇത് വെച്ചിട്ടുണ്ടാക്കിയത്. ബാക്കിയുള്ളതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് ഇത്തിരി വെജിറ്റബിൾ ആകാമെന്ന് വിചാരിച്ച് അങ്ങനെ സാമ്പാറിൻ്റെ പീസ് തലേന്ന് പപ്പ കൊണ്ടുവന്നതൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത്, പിന്നെ നമ്മുടെ ഏത്തപ്പഴം പഴുത്തത് അവിടെ ഇരിക്കണുണ്ട്. സാറ്റിനയ്ക്ക് ഇന്ന് എന്തായാലും പഴംപൊരി ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കാൻ പോയിട്ടൊക്കെ പഴം തീർന്നു പോയി പെട്ടെന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നിർബന്ധമായി വൈകുന്നേരം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പയ്ക്ക് ഏതായാലും സാറ്റിനെ കൂട്ടായിട്ടുണ്ട്. കാരണം പപ്പയ്ക്ക് പഴംപൊരി, റോജനും പഴംപൊരി ഇഷ്ടമാണ്. ഇപ്പോൾ റോജൻ കഴിക്കണില്ലെന്ന് മാത്രം. റയനും ഇഷ്ടമാണ്. ഞാൻ റിച്ചാർഡ് അങ്ങനെ പഴംപൊരി കഴിക്കില്ല. ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, എണ്ണ കൂടുതലായതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെക്കണത്. പിന്നെ കൊഴുക്കട്ട ഈ എന്താ പറയുന്നത്, തേങ്ങയും ശർക്കരയും കൂടി വിളയിക്കുന്നതൊക്കെ ഇല്ലേ. അപ്പോൾ ഒരു ദിവസം അപ്പുറത്തെ വീട്ടിൽ നിന്ന് തേങ്ങയും ശർക്കരയും വിളയിക്കണം മണം വന്നപ്പോൾ ഇങ്ങനെ സാറ്റിനെ പറഞ്ഞ് അത് തേങ്ങയുടെയും ശർക്കരയുടെയും സ്മെല്ലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ്റിനൊക്കെ ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ്. അപ്പോൾ അതും പപ്പയുടെ ഫേവറേറ്റാണ് ഈ കൊഴുക്കട്ടയൊക്കെ. അത് ഞങ്ങളിവിടെ ആരും തന്നെ കഴിക്കില്ല.
പിന്നെ നമ്മൾ കൊഴുക്കട്ട ശനിയാഴ്ച മാത്രമാണ് ഒരെണ്ണം ഒന്ന് കഴിക്കണത്, അല്ലാതെ അത് ഇവിടെ ആർക്കും തന്നെ ഇഷ്ടമില്ല. പപ്പക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു പപ്പക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ സാറ്റിനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പപ്പക്ക് കൂട്ടായിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കഴിച്ചോളുമല്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അടുത്ത ദിവസം നമുക്കത് ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സാറ്റിനെ കൊച്ച് ബുധൻ വ്യാഴം ജോലിക്ക് പോയി. പിന്നെ ഇതിപ്പോൾ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ വെള്ളിയാഴ്ച വീട്ടിലിരുന്ന് വർക്ക് ഉണ്ടല്ലോ. അപ്പോൾ ബുധൻ വ്യാഴം പോയ ആ ഒരു ക്ഷീണം ആൾക്ക് നല്ല രീതിയിലുണ്ട്. പിന്നെ വെള്ളിയാഴ്ച വർക്കിലുമാണ്, അതിൻ്റെ ഇടയിലടി ഓടി വരണത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മി തേങ്ങ ഞാൻ ചിരണ്ടി തരാട്ടാ, തേങ്ങ തീർന്നിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ വെച്ചോ, ഞാൻ ഇതിൻ്റെ ഇടയിൽ വന്ന് ചിരണ്ടി തരാം. ഞാൻ പറഞ്ഞു അത് വേണ്ട, അങ്ങനെ ജോലിയുടെ ഇടയിൽ നിന്നൊന്നും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ചെയ്തോളാം. എന്നിട്ടില്ല എനിക്ക് അങ്ങനെയൊക്കെ പോരാം, ഇടയ്ക്ക് താഴെ വരാം ഞാൻ, എന്നിട്ട് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറയണ്ട കേട്ടോ. നേരത്തെ നമ്മുടെ റയൻ ഉണ്ടായിരുന്ന സമയത്ത് റയൻ ഇങ്ങനെ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, എത്ര പാതിരാത്രിയാണെന്നുണ്ടെങ്കിൽ മമ്മിയുടെ എന്താവശ്യത്തിനും എന്നെ വിളിക്കാം, ഒരു ബുദ്ധിമുട്ടും തോന്നരുത്, ഞാൻ ഉറങ്ങണേണ്, അങ്ങനെ ഇങ്ങനെയൊന്നും വിചാരിക്കരുത് എന്നൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് പറയും കേട്ടോ. പക്ഷേ എനിക്ക് കുട്ടികളെ വിളിക്കാൻ തോന്നൂല. നമ്മളെ കൊണ്ട് പറ്റണത് നമ്മൾ ചെയ്യാമെന്നേ വിചാരിക്കുള്ളൂ. കാരണം കുട്ടികൾ ഭാവിയിൽ എല്ലാം ചെയ്യാനുള്ളവരാണ്. ഇപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, പപ്പയുടെ അമ്മ ഇങ്ങനെ പറയുവേ, ഇപ്പം ഞങ്ങളുള്ളതുകൊണ്ട് നിങ്ങളിങ്ങനെ ജീവിച്ചു പോകണം, ഞങ്ങളില്ലെങ്കിൽ നിങ്ങളെങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പം അത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും കേട്ടോ, ശരിയായിരിക്കും, നമുക്ക് ഒന്നും ചെയ്ത് ശീലമില്ലല്ലോ. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 3 കുഞ്ഞുങ്ങളായതിനു ശേഷമാണ് അടുക്കളയിൽ പാചകത്തിന് കയറിയത് തന്നെയും. 3 കുഞ്ഞുങ്ങളായി ഒരു 4 വയസ്സൊക്കെ നമ്മുടെ റയന് ആയി, ആ സമയത്തൊക്കെയാണ് പാചകം ചെയ്യാനൊക്കെ കയറി തുടങ്ങിയത്. അപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ എന്ത് ചെയ്യും എന്നൊക്കെ. പക്ഷേ ഇല്ലേ, ഓരോ തലമുറേനെക്കാട്ടിയും ഭംഗിയായിട്ടാണ് അടുത്ത തലമുറ ജീവിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഇപ്പം ഞങ്ങളുടെ പാരൻസ് ജീവിച്ചതിനേലും വളരെ ഒരുപാട് മെച്ചപ്പെട്ടിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മക്കൾ നമ്മളെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ആയിരിക്കുള്ളൂ ജീവിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുവാദം, അത് അത്യാവശ്യമാണ്. അത് കിട്ടാതെ നമ്മൾ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും ഒരിടത്തും എത്തൂല. എങ്കിലും നമ്മൾ ജീവിച്ച ആ വഴിയെ കുട്ടികളും നല്ല രീതിയിലാകും എന്ന് തന്നെ വിശ്വസിച്ചാണ് നമ്മൾ മുന്നോട്ട്. ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് കയറി എല്ലാം ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. സാവധാനം അവരവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അവരവരുടെ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് ഒതുങ്ങില്ല. ആരുമില്ലാത്ത ഒരു ഇതിലൊതുങ്ങുമ്പോൾ എന്നെപ്പോലെ നമ്മൾ എല്ലാം ചെയ്യും. അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇല്ലേ, ഞാൻ ഇത്തിരി ചിക്കൻ അവിടെ റൂബിക്ക് വേവിക്കാൻ എടുത്തപ്പോഴത്തേക്കും 2-3 ബ്രസ്റ്റ് പീസ് അതിനകത്ത് ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് റിച്ചാന് വേണ്ടിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഞാൻ വെക്കണേ. അപ്പോൾ ഇത്തിരി വെളുത്തുള്ളിയും ഇഞ്ചിയും ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് എന്നിട്ട് പിന്നെ അതിൻ്റെ മീതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും മുഴുവൻ പെരിഞ്ചീരകവും കൂടി ചേർത്ത്, പിന്നെ നമ്മൾ വറുക്കുന്നതിന് മുൻപായിട്ട് മാത്രം ഒരു ഇത്തിരി കോൺഫ്ലോർ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് വറുത്താൽ മതി. അപ്പോൾ ഇത് ഇന്നത്തേക്ക് വേണ്ടിയിട്ടല്ല, ഞാനത് ഏതായാലും റൂബിക്ക് വേണ്ടി ചിക്കൻ എടുത്തല്ല. അപ്പോൾ അതിനകത്തുനിന്ന് വേഗം ഇങ്ങനെ എടുത്തിട്ടൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റണേണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഒരു പൊടി ഒരു പാത്രത്തേക്ക് കാണിച്ചത് വൈകുന്നേരത്തേക്കുള്ള പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള ആ പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനിയപ്പോൾ നമ്മൾ അതിനകത്തേക്ക് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ആ പൊടിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദയുടെ കൂടെ ഞാൻ ചേർത്തേക്കണത് കടലപ്പൊടി കുറച്ച്, പഞ്ചസാര, ഉപ്പ്, അങ്ങനെ ആ 4 സാധനങ്ങളാണ് മിക്സ് ചെയ്ത് അവിടെ പൊടിയായിട്ട് മാറ്റി വെച്ചേക്കണത്. വൈകുന്നേരം അപ്പോൾ നമുക്ക് ഇത്തിരി വേഗം വന്നിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാം. പിന്നെ ഒന്ന് പൊടി തപ്പിയെടുക്കാനൊന്നും പോകണ്ടല്ലോ. അപ്പോൾ നമുക്ക് ടൈം കിട്ടുമ്പോൾ അത് ഈ പാചകത്തിൻ്റെ ഇടയിൽ അങ്ങോട്ട് ചെയ്തെന്ന് മാത്രം. ഇനിയിപ്പോൾ സാമ്പാറൊക്കെ വെന്ത് അതിനകത്തേക്ക് ഒരു ഇത്തിരി മല്ലിയിലയും കട്ട് ചെയ്തിട്ട് കടുകൊക്കെ വറുത്ത് വേപ്പിലയും വറ്റൽമുളകും കായത്തിൻ്റെ പൊടിയും ഇത്തിരി ഉലുവട പൊടിയും കൂടി ചേർത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് പരിപാടി കഴിഞ്ഞ്. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാനെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏതായാലും റൂബി കുഞ്ഞിനെ അങ്ങോട്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് റൂബി കുഞ്ഞിൻ്റെ ഫുഡ് എടുത്തിട്ടാ. അപ്പോൾ അതേ മോളിൽ നിന്ന് ചേച്ചി വരുന്നുണ്ട്, അതുകൊണ്ട് റൂബി കുഞ്ഞ് അങ്ങോട്ട് നോക്കിയിരിക്കണേ. എടാ ഇതെടാ തിരിഞ്ഞ് നോക്കിയിരിക്കണടാ. ഞാനത് സാറിനെ കുളിക്കണായിരിക്കുമെന്ന്.
അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിനെ ശാരീരികമായിട്ട് ഇത്തിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ദിവസം അവളെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ നമ്മൾ കൊണ്ടുപോകാൻ നിൽക്കണേണ്. അപ്പോൾ സാറ്റിനാണെന്നുണ്ടെങ്കിലേ ബുധൻ വ്യാഴം പോയിട്ട് ജോലി ചെയ്തതല്ലേ, അപ്പോൾ അതിൻ്റേതായ ക്ഷീണം ഇന്നിപ്പോൾ വെള്ളിയാഴ്ച നല്ല രീതിയിലുണ്ടായിരുന്നു. ഇതുവരെ സാറ്റിന് അങ്ങനെ ടയർഡായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി. അപ്പോൾ ഇങ്ങനെ 2 ദിവസം അടുപ്പിച്ച് പോയിട്ട് പിന്നെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച വർക്കും ഉണ്ടല്ലോ രാവിലെ, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമാണ്. അപ്പോൾ അന്ന് മൊത്തത്തിൽ ക്ഷീണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ റൂബിനെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടിയിട്ട് സാറ്റിനെയും കൂടി വരട്ടെ എന്നും പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് കാണാമല്ലോ അവിടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ റൂബി കുഞ്ഞിനെ സാറ്റർഡേ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ. സാറ്റർഡേ സാറ്റിനൊക്കെ ജോലിയില്ലല്ലോ. അപ്പോൾ മോളും ഞാൻ റിച്ചാർഡും കൂടി പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ റൂബിനെ കൊണ്ടുപോയി കാണിച്ചേനേട്ടാ. അപ്പോൾ റൂബിനെ കൊണ്ടുപോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്. അവൾക്ക് കുറച്ച് ഡിസ്ചാർജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യിക്കണം. അത് ഡോക്ടർ ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ അത് ഉള്ളിൽ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഇവളെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ സാറ്റിന് ഇത് തേങ്ങ തലേദിവസം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ തേങ്ങ തീർന്നത് പറയുമ്പോൾ തന്നെ സാറ്റിനെ പറഞ്ഞു, മമ്മി ഞാൻ ചിരണ്ടി തരാം മമ്മി, അത് തേങ്ങ സെറ്റാക്കി വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ സാറ്റിനെ വേഗം തേങ്ങ 2 ചിരണ്ടി തന്നിട്ടാ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ പാത്രം കഴുകിത്തരാം മമ്മി എന്ന് പറഞ്ഞിട്ട് സാറ്റിനെ വന്ന് അങ്ങനെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുത്തരും കേട്ടോ. അപ്പോൾ വലിയ പാത്രങ്ങളൊന്നും ഞാനങ്ങനെ കൊടുക്കൂല, അത് ഞാൻ തന്നെ പിന്നീട് കഴുകി വെക്കും. ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് ആളെ പറഞ്ഞു വിടും കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂബി കുഞ്ഞും കൂടി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത്, റൂബിക്കും ഞാൻ കിടന്നാലേ റെസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും കിടക്കും. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും റെസ്റ്റായി. പിന്നെ സാറ്റിന് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ റിച്ചാർഡാണെങ്കിൽ അവിടെ ഇരുന്ന് പഠിക്കുകയും ചെയ്യും കേട്ടോ. റിച്ചാർഡിന് എക്സാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷനിലാണ്. അപ്പം ഞാൻ വേഗം വന്നിട്ട് പഴം ഒന്നെടുത്ത് കട്ട് ചെയ്തെടുത്ത് ഇനിയിപ്പോൾ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നാക്കിയാലും അത്രയും പണിയുള്ളു. ചായയും കൂടി ഇടണം. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ പള്ളിയിൽ കുംഭസാരത്തിനുള്ള ദിവസമാണ് ഞങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ വീട്ടിലല്ല, നമ്മളുടെ ഇടവക മൊത്തത്തിൽ ഇപ്പോൾ പുതിയ അച്ഛന്മാർ വന്നേക്കണേല്ല. അപ്പോൾ അതുകൊണ്ട് അവർ എല്ലാ വീടുകളിലും തിരുഹൃദയത്തിൻ്റെ ആ ഒരു പ്രതിഷ്ഠ ഒന്നും കൂടി ഇത് നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. അതിനോടൊപ്പം നമ്മുടെ വീട് വെഞ്ചരിച്ചിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിൻ്റേതായ ഒരുക്കത്തിന് നമ്മൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് വേണം ഒരുങ്ങി നിൽക്കാൻ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് കുമ്പസാരം പറഞ്ഞേക്കണത് കൊണ്ട് എനിക്കിത് കഴിഞ്ഞ് ഉടനെ തന്നെ പോകണം. അതായത് 5 മണി മുതൽ 6 മണി വരെയാണ് കുമ്പസാരത്തിൻ്റെ സമയം. അപ്പോൾ ആ സമയത്ത് പോയിട്ട് കുമ്പസാരിക്കണം. അപ്പോൾ പപ്പ ഇടുന്നുണ്ടെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച ചെയ്തുകൊണ്ട് കുരിയച്ചൻ്റെ ഇടയിൽ കുറേയധികം നാളായിട്ട് പപ്പക്ക് കുരിയച്ചനിടയിൽ പോകാൻ പറ്റിയിട്ടുണ്ടാകുന്നില്ല. കല്യാണത്തിനോട് ബന്ധിച്ച് നമുക്ക് ഒരുപാട് ഓട്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ സമാധാനമായിട്ടൊന്ന് കുരിയച്ചൻ്റെ ഇടയിലോട്ട് പപ്പ പോയേക്കാനാണ്. അപ്പോൾ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞ് പപ്പ വന്നു കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് പോകാം. അപ്പോൾ പപ്പക്കും കുമ്പസാരിക്കാം, എനിക്ക് കുമ്പസാരിക്കാം. കുമ്പസാരം ഇപ്പം നമ്മൾ കല്യാണ കുമ്പസാരം ഇപ്പോൾ ചെയ്തതേ ഉള്ളൂ. എങ്കിൽ തന്നെയും നമ്മളുടെ ഇടവകയിൽ അച്ഛൻ പറയുമ്പോൾ നമ്മളത് കേൾക്കണമല്ലോ. ഇപ്പോൾ പപ്പ ഇടുന്നുണ്ടെങ്കിലും ഇപ്പോൾ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ പള്ളിയിൽ പോകുമ്പോൾ പപ്പയെ കുമ്പസാരിക്കാറുള്ളതാണ്. എങ്കിലും നമ്മുടെ ഇടവക പള്ളിയിൽ അച്ഛൻ പറഞ്ഞ അനുസരിച്ചിട്ട് നമ്മൾ കുമ്പസാരിക്കണം. അപ്പം ഞാൻ വേഗം പഴംപൊരിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് പഴംപൊരി അത്ര വലിയ താല്പര്യമില്ല കഴിക്കാനായിട്ട്. എങ്കിൽ തന്നെയും പിള്ളേർ കഴിക്കുമ്പോഴത്തേക്ക് റിച്ചാർഡ് കഴിക്കില്ല. റിച്ചാർഡിന് വേണ്ടത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ്റർഡേ കൂടെ ഇരുന്നിട്ട് ഇത്തിരി പഴംപൊരിയും ചായ കഴിക്കാം എന്ന് വിചാരിച്ചു. എനിക്ക് പാൽച്ചായയുടെ കൂടെ ഇങ്ങനെ പഴംപൊരി കഴിക്കണം ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പാൽച്ചായ ടിപ്പിളായിട്ട് ഇങ്ങനെ പാൽച്ചായ ഇടലില്ല, കട്ടൻ ചായ ഇടണം. അപ്പോൾ ഇന്ന് പഴംപൊരിയുടെ ഒപ്പം കഴിക്കാമെന്ന് പാൽച്ചായയൊക്കെ ഇട്ട് റെഡിയാക്കിയെങ്കിലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരം ഉണ്ടാകുന്നില്ല. അപ്പോൾ എൻ്റെ ചായ ഞാൻ അവിടെ കപ്പിലെടുത്ത് വെച്ചിട്ട് റിച്ചാൻ്റെ അടുത്ത് പറഞ്ഞിടാം, എനിക്കിപ്പോൾ ഇനി നേരമില്ല കഴിക്കാൻ, എനിക്ക് ചൂടായിട്ട് തന്നെ ചായ കുടിക്കണം, നീ തന്നെ എടുത്തോ. അപ്പോൾ അവന് അങ്ങനെ 2 കപ്പ് ചായയൊക്കെ കുടിക്കും. അവന് നീ തന്നെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കാതെ ചായയും കുടിക്കാതെ പെട്ടെന്ന് തന്നെ പള്ളിയിലോട്ട് പോയിട്ടാണ്. അപ്പോൾ മേല് കഴുകി ഉടുപ്പ് മാറിയിട്ടൊക്കെ പോകണമെന്ന് വിചാരിച്ചെങ്കിലും അതിനൊന്നും നേരം ഉണ്ടായില്ല. ആ സമയത്ത് അമ്മ ചെല്ലണമല്ല. അപ്പോൾ പപ്പ വന്നിട്ട് അവിടെ ഉടുപ്പ് മാറാതെ അവിടെ ഇരിക്കുന്നുണ്ട്, വേഗം വാന്നും പറഞ്ഞിട്ടേ. പക്ഷേ എനിക്കിതൊന്നും തീരാതെ പോകാനും പറ്റില്ല. പിന്നെ ഇന്നലത്തെ ഒരു സൺഡേ സപ്ലിമെൻറ്റിലില്ലേ ചിന്താവിഷയം ഇന്നലെ വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും എന്നെ ടച്ച് ചെയ്ത ഒരു സംഭവം അതിനകത്ത് എഴുതിയിരുന്ന് വെച്ചതില്ലേ, നമ്മളൊരു ഫ്രണ്ടിനെ ഒരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരാളെ കാണിക്കാൻ നമ്മൾ അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇവൻ എൻ്റെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ കൂട്ടുകൂടുന്നതും അങ്ങനെയുള്ള ആളുകളുടെ അടുത്താണ്. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു മോശം പേരുള്ള ഒരാളെ നമുക്ക് എൻ്റെ ഫ്രണ്ടാണെന്ന് പറയാനായിട്ട് ഒരാളും നിൽക്കില്ല അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചായിരുന്നു ചിന്താവിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയൊരു കളവ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ കൈയോടെ പിടികൂടി തൊണ്ടി സഹിതം
നമ്മൾ പിടികൂടി കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മനിർവൃതി, എല്ലാവരുടെ മുന്നിൽ നമ്മളൊരു കള്ളനെ പിടികൂടി എന്നുള്ള ഒരു നിർവൃതി. അപ്പോൾ ആ ഒരു മനുഷ്യൻ, ആ തെറ്റ് ചെയ്ത കള്ളന് മുദ്ര കുത്തപ്പെട്ട ആ വ്യക്തിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഒരാളും ചിന്തിക്കില്ല. അവൻ്റെ ഗതികേട് കൊണ്ടായിരിക്കുള്ളൂ അവരങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നേക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരാളെ പിടികൂടുമ്പോൾ അതൊരാളും അറിയാതെ അവനോട് ഇത് ചെയ്യണ്ട, ഞാൻ കുറച്ച് പൈസ തരാം, എന്നിട്ട് നമുക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീങ്കുപോക്ക് ഉണ്ടാക്കാം, ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഒരു ജോലി അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സെറ്റാക്കാം, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് ഒരാളുടെ അടുത്തും ആ ഒരു നാണക്കേട് വരുത്തി വെക്കാതെ അയാളെ സംരക്ഷിച്ച് വിട്ടാൽ ചിലപ്പോൾ അയാൾ നന്നാകാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരെ തിരിച്ച് നമുക്ക് ചിന്തിക്കാം, എത്ര എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും കട്ടേ തിന്നു എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. എങ്കിലും നമുക്കൊന്ന് ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളുടെയെങ്കിലും ആ ഒരു സ്വഭാവ രീതി മാറ്റാനായിട്ട് ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്നിരിക്കും എന്നൊക്കെയുള്ളതാണ് എഴുതിയിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ ശിക്ഷാവിധി നടപ്പിലാക്കി എത്ര തവണ കയറി ഇറങ്ങി പല തവണ ശിക്ഷ കിട്ടിയിട്ടും വീണ്ടും അവരിറങ്ങിയിട്ട് ഈ കള്ളത്തരം തന്നെ ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം അവർ ആളുകളുടെ മുന്നിൽ കള്ളന്മാരായി കഴിഞ്ഞ് ഇനി അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരങ്ങനെ ആകുന്നത് തന്നെ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായവും നിങ്ങൾക്ക് കമൻസിൽ എഴുതാം കേട്ടോ. എന്ത് സാധനം, എത്ര പിസയാണത്? 3 പിസേ? ഓ 3 പിസായി. എൻ്റെ ദേവിയുടെ പഴംപൊരി ഇവിടെ ഇരിക്കണം, തീർന്നിട്ടില്ല. പഴംപൊരി നല്ല മണം കേട്ടാ, നല്ല സ്മെല്ല. ആണോ? ആണല്ലേ? രാവിലത്തെ സാമ്പാർ കഷ്ണങ്ങള് സാമ്പാർ കഴിച്ചില്ലെങ്കിൽ അത് പിസ്സ ഉണ്ടാക്കും. സാറ്റിനോട് വർക്ക് കഴിഞ്ഞിട്ടില്ലല്ലേ? ആ സാറ്റിനെ വന്നിട്ട് പൊട്ടിച്ചാൽ മതി. സാറ്റിനൊക്കെ പൊട്ടിക്കണ്ടേ? എന്താ കുഞ്ഞിരിക്കണത് അവിടെ? ആ വന്നണ്ടാ? അംബോസിയ എന്താണ്? തെറ്റിച്ച് പറഞ്ഞു. അങ്ങനെയല്ല, 1 by 1 ഇങ്ങനെ ചടങ്ങിപ്പോ ഇത് കണ്ട അതിനെക്കണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ആയിപ്പോയി. അത് പച്ചക്കറിയുടെ എന്തോ തോന്നുന്നുണ്ടല്ലേ? ഓ ചിക്കൻ. ഇത് പെരിപ്പെറിയ? ഇല്ല പെരിപ്പെരി ഇതിൻ്റെ അത് ഇട്ടത് വലുതിലാണ് ഞാൻ ഇട്ടതുകൊണ്ട് 200 ഓഫ് കിട്ടാൻ വേണ്ടിയിട്ട്. ആ അപ്പം ഇനി വടി കിട്ടി അടി തുടങ്ങാം. ആശാനെ അത് പപ്പടയാണ്. വേണമെങ്കിൽ ഇട്ടാൻ കേട്ടോ, ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കത്തി കയറരുത്. ഇഷ്ടം കിട്ടോ? ഭയങ്കര ഇതൊക്കെയാണ് നമ്മുടെ പിസ്സകൾ. ഇത് ഓഫർ വന്ന് എടുത്താണ്. ഏതാണ് വെറുതെ ഇട്ടെടുത്ത പോലെയാണ് പറഞ്ഞേക്കാം. അപ്പോൾ കുമ്പസാരം കഴിഞ്ഞ് പപ്പ എന്നെ വീട്ടിലാക്കിയിട്ടും പെട്ടെന്ന് തന്നെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് പോകാനുണ്ടായിരുന്നു. പപ്പ അങ്ങോട്ട് പോയി. അപ്പോൾ ഈ പിസ്സ ഇവിടെ ഇരിക്കുന്നുണ്ട്, കഴിച്ചിട്ട് പോകുന്നു പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ട്. പപ്പ പറഞ്ഞില്ല പോയിട്ട് വന്നിട്ട് കഴിക്കാം, ഇത്തിരി തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് പപ്പ വേഗം പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല മഴയുമായിരുന്നു. പപ്പക്ക് പോരാൻ പറ്റാതെ അവിടെ തന്നെ ഇരുന്ന് സംസാരിച്ച് അങ്ങനെ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും വെജിറ്റബിൾ പിസ്സ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ല പപ്പക്കുള്ളത്. അപ്പോൾ അത് കൊടുത്ത് പിന്നെ പെപ്സിയൊക്കെ റിച്ചാർഡ് എന്നെ സെർവ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മഴയും ചെയ്തുകൊണ്ട് നിൽക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന നാളെ വീണ്ടും കാണാം. താങ്ക്